ക്രിസ്തീയ കുടുംബം പെട്ടെന്ന് പറയാറുള്ളൊരു ഡെഫിനേഷൻ ഉണ്ടല്ലോ, എ മിനിയേച്ചർ ഹെവൻ ഓൺ എർത്ത്. സ്വർഗത്തിൻ്റെ ചെറിയൊരു പതിപ്പാണ് ക്രിസ്തീയ കുടുംബം. സ്നേഹവും സന്തോഷവും പരിചരണവും ഒക്കെ നൽകി പരസ്പരം വളരുവാനും പരസ്പരം കൈത്താങ്ങലുകൾ കൊടുത്തുകൊണ്ട് വളരുവാൻ സഹായിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ക്രിസ്തീയ കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സ്വർഗത്തിൻ്റെ ഒരു പതിപ്പായിട്ട് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് നാം ജീവിക്കുന്ന ഈ ഒരു കാലയളവ് കുടുംബജീവിതങ്ങൾക്ക് ഒത്തിരി വെല്ലുവിളികൾ നേരിടുന്ന സമയമാണ്. കേരളത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ഒന്ന് കുടുംബജീവിതമാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രാർത്ഥനാപൂർവം ശ്രദ്ധയോടെ നാം പ്രവേശിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രസ്ഥാനവും ആണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തീയ കുടുംബത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ദൈവത്താൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഇത് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ആലോചിച്ച് ഉറപ്പിച്ച് നടത്തുന്നതാണെങ്കിലും ഇത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. എന്താണ് ഈ പദ്ധതി? പൗരസ്ത്യ വേദശാസ്ത്രം പറയും, ക്രിസ്തീയ ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റായിട്ടുള്ള എയിം എന്ന് പറയുന്നത് ദൈവീകരണമാണ്. മനുഷ്യൻ ദൈവത്തെ പോലെ വിശുദ്ധിയിൽ വളർന്ന് ദൈവീകരിക്കപ്പെടുക, ഡിവിനൈസേഷൻ. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം ദൈവീകരിക്കപ്പെടുന്ന പ്രക്രിയയിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ്. കുടുംബജീവിതത്തിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോഴും ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം രണ്ടുപേരും പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് വിശുദ്ധിയിലും നന്മയിലും വളർന്ന് ഒരു പുതിയ സ്വർഗത്തിൻ്റെ പതിപ്പ് രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ വെല്ലുവിളികളുടെ മധ്യത്തിലും നമുക്കുള്ള കടപ്പാട് ഇതാണ്. ഇങ്ങനെയൊരു നല്ല കുടുംബം രൂപപ്പെടണം എന്നുണ്ട് എങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമായിരിക്കുന്നത് പരസ്പര സ്നേഹമാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും അതിൽ ഒതുങ്ങിയിരിക്കും സ്നേഹത്തിൽ. വിട്ടുവീഴ്ച, ക്ഷമിക്കുക, സഹിക്കുക, വഹിക്കുക, ഇതെല്ലാം സ്നേഹത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഒരു ഓർത്തഡോക്സ് ദൈവശാസ്ത്രജ്ഞൻ കുടുംബജീവിതത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതിയതിൻ്റെ പേര് കൊടുത്തത് ദ സാക്രമെൻ്റ് ഓഫ് ലവ് എന്ന്. ഇത് സ്നേഹത്തിൻ്റെ കൂദാശയാണ്. സ്നേഹത്തിൽ കൂടി രണ്ടുപേർ ഒരുമിപ്പിക്കപ്പെടുകയാണ്. ബാക്കിയുള്ള എല്ലാ കുറവുകളും ബലഹീനതകളും പോരായ്മകളും ഈ സ്നേഹത്തിൻ്റെ ഉള്ളിൽ അലിഞ്ഞ് അപ്രത്യക്ഷം ആയി തീർന്നിട്ട് രണ്ടുപേരും ഏക ശരീരമായിട്ട് തീരുന്നു. ഏക മനസ്സായിട്ട് തീരുന്നു. ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം ഒന്നായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ വിവാഹത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പറയുന്നത് ഇതൊരു രഹസ്യം, മിസ്റ്ററിയാണ് എന്ന്. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വാക്കുകൾ കൊണ്ട് വിവരിക്കുവാൻ വേണ്ടി അതീതമായിട്ടുള്ള സംതിങ് ബിയോണ്ട് ഹ്യൂമൻ എക്സ്പ്ലനേഷൻ ആൻഡ് കോംപ്രഹെൻഷൻ. അതിനാണ് മിസ്റ്ററി എന്ന് പറയുന്നത്. എങ്ങനെ രണ്ട് വ്യക്തികൾ വ്യത്യസ്ത സാഹചര്യത്തിൽ വളർന്ന് വ്യത്യസ്ത വ്യക്തിത്വങ്ങളുള്ള വ്യത്യസ്ത മനഃശാസ്ത്രപരമായിട്ടുള്ള രീതിയിലുള്ള രണ്ട് വ്യക്തികൾ ഒന്നായിട്ട് തീരുന്നത്? സ്നേഹത്തിൽ കൂടി അലിഞ്ഞ് ഒന്നാകുന്നതാണ്. ഇത് മനുഷ്യന് വിശദീകരിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം സ്നേഹത്താൽ അലിഞ്ഞു ചേർന്ന് ഒന്നായി ചേർന്ന് ക്രിസ്തുവിൽ ഒരുമിച്ച് വളരുന്ന ഒരു നല്ല കുടുംബമായിട്ട് തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വിവാഹത്തിൻ്റെ ആദ്യത്തെ ക്രമം കഴിഞ്ഞു, രണ്ടാം ക്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ രണ്ടാം ക്രമത്തിൽ കിരീടവാഴുവിൻ്റെ ശുശ്രൂഷ. നിങ്ങൾ രണ്ടുപേരെയും ഒരുമിപ്പിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരായിട്ട്
ഒരു കുടുംബത്തിൻ്റെ പുതിയൊരു യൂണിറ്റായിട്ട് ഒരുമിപ്പിക്കുന്ന ശുശ്രൂഷയാണ്. നമുക്കെല്ലാം ചേർന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കൂദാശ വഴിയായിട്ട് ഇറങ്ങി ആവസിച്ച് ഇവരെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ കുടുംബമാക്കി തീർക്കട്ടെ. നാം പ്രാർത്ഥിച്ചതുപോലെ നല്ല കാലങ്ങളും അനുഗ്രഹീത സംവത്സരങ്ങളും ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകട്ടെ. എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.